നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണോ എന്നാൽ ഈ വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്താണെന്ന് നോക്കാം. ആദ്യത്തെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റീസ്റ്റാർട്ടിനോ സ്ലീപ്പിനോ ഏതിനു പകരം നിങ്ങൾ അറിയാണ്ട് ഷട്ട് ഡൗൺ ആണ് പ്രസ് ചെയ്തത്, ലൈക്ക് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അത് അണ്ടുമായി നിങ്ങൾക്കത് മാറുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ എന്താ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് അതിപ്പം എത്ര വലുതായിരുന്നാലും നിങ്ങൾക്കത് ലൈക്ക് ബാക്ക് സ്പേസ് എടുത്ത് പോകണമെങ്കിൽ നിങ്ങൾ കൺട്രോൾ ബാക്ക് സ്പേസ് ടാപ്പ് ചെയ്താൽ മതി. അത് ലൈക്ക് പയ്യെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേർഡ് ബൈ വേർഡ് ആയിട്ട് ബാക്ക് ആയി പോകും. ഓക്കെ, രണ്ടാമതെന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു ബാക്ക് ആകുന്നത് ലൈക്ക് സ്പീഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്ത് ആന്റിവൈറസ് യൂസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിൻഡോസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് ആയിട്ട് അതിൽ തന്നെ സ്കാൻ ചെയ്ത് മാൾവെയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വിൻഡോസ് കീ പ്ലസ് 6 ടാപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു പ്രോമിറ്റ് വരും. ഇതിൽ നിങ്ങൾ MRC ലൈക്ക് ചെയ്തുക, എന്നിട്ട് ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. അതിൽ നെക്സ്റ്റ് എന്നിട്ട് ക്വിക്ക് സ്കാൻ ഇത് കൊടുക്കുന്ന സമയത്ത് തന്നെ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്ത് വന്നിരുന്നാലും അത് സ്കാൻ ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ലാസ്റ്റത്തെ ഷോർട്ട് കട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ബേസ് ചെയ്തിട്ട് ലൈക്ക് സ്ക്രീനിൽ ഫ്ലിക്കറിങ്ങോ ഫ്രീസിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരെയാണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺട്രോൾ ഷിഫ്റ്റ് വിൻഡോസ് B പ്രസ് ചെയ്താൽ മതി, ആ ഒരു ഗ്രാഫിക്സ് കാർഡ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ.